ബംഗ്ലാദേശിലെ ധാക്ക നഗരം മുഴുവൻ അടച്ചുപൂട്ടി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയിൽ അഭയം തേടുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്കെതിരെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിൽ നിരവധി കേസുകൾ കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചുമത്തി ഫയൽ ചെയ്തിട്ടുണ്ട്. കൊലപാതകമുണ്ട്, രാജ്യത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നവംബർ 17 വിധി വരാനിരിക്കുന്നു. എന്നാൽ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ഈ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നറിയാം. ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ബംഗബന്ധു ഷെയ്ഖ് പറയുന്നതനുസരിച്ച് ഉർസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവാമി ലീഗിന്റെ നേതാവാണ്. അവർക്കെതിരെ കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചുമത്തി ഫയൽ ചെയ്ത കേസുകൾക്കെതിരെ അവരുടെ പാർട്ടി പ്രവർത്തകർ വളരെ വലിയ വികാരത്തോടെയാണ് പ്രതികരിക്കുന്നത്. ധാക്കയ്ക്ക് പുറമെ ഗാസിപൂർ, ബ്രഹ്മൻബാരിയ തുടങ്ങിയ നഗരങ്ങളിലും അവർ വ്യാപകമായിട്ടുള്ള കലാപം ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളും ഇതിൽ പങ്കുചേർന്നു. കാരണം ഇവിടുത്തെ കോടതികളും സർക്കാരിൻ്റെ കളിപ്പാവകളാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ട്. കലാപകാരികൾ പോലീസിനെയും ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുകളെയും ക്രൂഡ് ബോംബുകളും മൊളോട്ടോവ് കോക്ടെയിലുകളുമായി നേരിടുന്നു. അതായത് ആഭ്യന്തര യുദ്ധകാലത്ത് റഷ്യൻ വിദേശകാര്യമന്ത്രി മൊളോട്ടോവ് ഗ്ലാസ് കുപ്പികളിൽ പെട്രോൾ നിറയ്ക്കുകയും പെട്രോളിൽ മുക്കിയ തിരി കത്തിക്കുകയും ജർമ്മൻ പട്ടാളക്കാർക്ക് നേരെ കുപ്പികൾ എറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കുപ്പികൾ പൊട്ടിത്തെറിക്കുകയും തീ പടരുകയും ചെയ്തത്. അതിനാണ് മൊളോട്ടോവ് കോക്ടെയിലുകൾ എന്ന് പറയുന്നത്. നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കണ്ണീർ വാതക കാനിസ്റ്ററുകളിൽ നിന്ന് അവർ സ്വയം സംരക്ഷിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. യൂനിസ് സർക്കാർ ഇപ്പോൾ ധാക്ക ഫലപ്രദമായി അടച്ചുപൂട്ടിയതായി ധാക്ക ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ധാക്ക ഉൾപ്പെടെ മിക്ക നഗരങ്ങളിലെയും വ്യാപാരികൾ കർശനമായിട്ടുള്ള പണിമുടക്കും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ബ്രാഹ്മിൻബാരിയയിൽ മുഹമ്മദ് യൂനിസ് ആരംഭിച്ച ബൈജുവിൻ്റെ ഗ്രാമീണ ശാഖയിൽ കലാപകാരികൾ അതിക്രമിച്ചു കയറി ഫർണിച്ചറുകൾ, ലെഡ്ജറുകൾ മുതലായവ കത്തിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. ധാക്കയിൽ കലാപകാരികൾ നിരവധി ബസ്സുകൾ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കി അവയ്ക്ക് തീയിട്ടു. ധാക്ക മൈമാൻ സിംഗ് ഹൈവേയിൽ അവർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ബസ്സുകളും തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കി തീയിട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ധാക്കയിലെ സ്ഥിതികൾ മുഴുവൻ കൈവിട്ടു പോയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.